ഒരു മിനിറ്റിൻ്റെ ദേഷ്യമാണ്, പക്ഷെ വർഷങ്ങളോളമുള്ള ബന്ധം മുറിക്കാനുള്ള അധികം ശക്തം ആ ഒരു ദേഷ്യത്തിനുണ്ട് കേട്ടോ. ദേഷ്യം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, പക്ഷെ ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അത് പറയണ മുമ്പ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. യഥാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യത്തിൽ പല സമയങ്ങളും നമ്മൾ എന്താണ് സംസാരിക്കുന്നത് പോലും നമുക്ക് അറിയാണ്ട് ഇന്ന് ദേഷ്യത്തിൽ പറഞ്ഞു കഴിയും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അയ്യോ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന്. പക്ഷെ നമ്മൾ ആ ഒരു പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ആ പറഞ്ഞ വ്യക്തിനോട് പോയിട്ട് സോറി പറഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ആ ഒരു സോറി അവർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആ ഒരു പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും കേട്ടോ. ഒരിക്കലും ദേഷ്യത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് മാത്രമല്ല, അവരുടെ ജീവിതം അവസാനിക്കുന്നവരെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. ദേഷ്യത്തിൽ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം അത് പറയാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറ്റിയതാണെങ്കിൽ പറയുക, അല്ലാത്തതാണെങ്കിൽ ഒഴിവാക്കുക. ദേഷ്യമല്ലേ, പൊക്കോട്ടെ. ഇത് എത്ര കാലം മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇന്ന് കാണുന്നവരിനെ നാളെ കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദേഷ്യമുള്ള സമയത്ത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ റിലാക്സ് ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കഴിക്കുക. പിന്നെ ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മേലെ ദേഷ്യപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്കൊരു കാര്യം പറ്റിയില്ല എന്ന് കണ്ടാൽ ഞാൻ അവിടെ നിന്ന് ഒഴിവാകും. അതല്ലാണ്ട് ദേഷ്യപ്പെട്ട് അവരെ വേദനിപ്പിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. ഇതാണ് എനിക്ക് വലിയൊരു പാഠമെന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യം പിടിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അത് ഇനിമേൽ ആവർത്തിക്കരുത്. മാറ്റം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ അതിന് നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വേണം ജീവിതത്തിൽ, നല്ല രീതിയിൽ സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒഴിവ് സമയം വർക്ക് ചെയ്യാൻ പറ്റും, മക്കളെയും നോക്കാൻ പറ്റും, പഠനത്തിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ചെയ്യാനും പറ്റും കേട്ടോ. വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എന്നെ കണക്ട് ചെയ്ത് മെസ്സേജ് ഇടാൻ പറ്റും. ഓക്കെ.